അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. മുൻഗാമികളായ സഹാബത്തിൻ്റെ ഈമാനും നമ്മുടെ ഈമാനും തുലാസിൽ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്നത് സഹാബത്തിൻ്റെ ഈമാനാണ്. കാരണം അതിന് ഒരുപാട് തെളിവുകളുണ്ട്. മഹദിയായ മാഷിത റളിയല്ലാഹു തആല അൻഹ ഫിറഔനിൻ്റെ കൊട്ടാരത്തിൽ സേവനം ചെയ്തുകൊണ്ട് ഭാര്യയും ഭർത്താവും മക്കളുമൊത്ത് ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് ഒരു ദിവസം ഫിറഔനിൻ്റെ മോളോട് മാഷിത റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, മോളെ, നിന്നെയും എന്നെയും നിൻ്റെ ഉപ്പാനെയും സൃഷ്ടിച്ചൊരു രക്ഷിതാവുണ്ട്. ആ രക്ഷിതാവിനെ നമ്മളെല്ലാവരും അംഗീകരിക്കണം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ അള്ളാഹു. ഉടൻ തന്നെ ഫിറഔനിൻ്റെ മകള് മാഷിത്താനോട് പറഞ്ഞു, മാഷിത്ത, എൻ്റെ ഉപ്പയാണല്ലോ ഇവിടുത്തെ രാജാവ്, എൻ്റെ ഉപ്പാനെക്കാട്ടിയും വലിയ രാജാവുണ്ടെന്നോ? ഉടൻ മാഷിത റളിയല്ലാഹു തആല അൻഹ മോളോട് പറഞ്ഞു, മോളെ, എന്നെയും നിന്നെയും നിൻ്റെ ഉപ്പാനെയും ലോകത്തെയും ഇവിടെയുള്ള സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച റബ്ബ്, ആ റബ്ബിനെ മാത്രം നാം ആരാധിക്കുക. നിൻ്റെ ഉപ്പയും ഞാനും എല്ലാം അടിമയാണ്. ഉടൻ തന്നെ ഫിറഔനിൻ്റെ മോള് നേരെ ഉപ്പാനോട് പോയിട്ട് പറഞ്ഞു, ഫിറഔനോട്, ഉപ്പ, മാഷിത്തയുണ്ട് ഇങ്ങനെയെല്ലാം പറയുന്നു, ഉപ്പാനെക്കാട്ടിയും ഉപ്പാനെ സൃഷ്ടിച്ച ഒരു റബ്ബുണ്ട് എന്ന് മാഷിത്ത പറയുന്നു. ഉടൻ തന്നെ ഫിറഔന് അങ്ങേയറ്റം ദേഷ്യം പിടിക്കുകയും മാഷിത്ത ബീവിനെ പിടിച്ചു കെട്ടി ഫിറഔൻ്റെ മുമ്പിൽ ഹാജരാക്കുകയും ചെയ്തു. മാഷിത്താനോട് പറഞ്ഞു, മാഷിത്ത, നീ എന്താണ് എൻ്റെ മോളോട് പറഞ്ഞത്? ഉടൻ മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ കാര്യങ്ങൾ ഫിറഔന് വിവരിച്ചു കൊടുത്തു. ഞാനും നീയും അള്ളാഹുവിൻ്റെ അടിമയാണ്. അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞ ഫിറഔൻ കുറേ ആളുകളുടെ മുമ്പിൽ നാണം കെട്ടപ്പോൾ മാഷിത്ത ബീബിൻ്റെ ഭർത്താവിനെ കൊണ്ടുവരാൻ പറഞ്ഞു. മാത്രവുമല്ല, അവിടെയുള്ള കിങ്കരന്മാരോട് വല്ലൊരു ബട്ടിലത്തിൽ അഥവാ വലിയൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ പറയുകയും മാഷിത്ത റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവിനെ തല കീഴായി കെട്ടിക്കൊണ്ട് ആ വെളിച്ചെണ്ണ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഇങ്ങനെ മുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് മാഷിത്താനോട് പറഞ്ഞു, മാഷിത്ത, നീ പറയ്, ഞാനാണ് റബ്ബ്, ഞാനല്ലാതെ വേറൊരു റബ്ബില്ല നീ എന്ന് പറയെന്ന് ഫിറഔൻ പറഞ്ഞപ്പോൾ മാഷിത്ത പറഞ്ഞ്, നിങ്ങളെൻ്റെ ഭർത്താവിനെ മുക്കിക്കൊന്നാലും ശരി, ഞാൻ എൻ്റെ റബ്ബിൽ നിന്ന് ഒരു അനക്കം പോലും പിന്നോട്ട് വരികയില്ല എന്ന് പറയുകയും മാഷിത്ത ബീബിൻ്റെ ഭർത്താവിനെ ഫിറഔൻ മുക്കിക്കൊല്ലുകയും ചെയ്തു. അതുപോലെ തന്നെ അവരുടെ മക്കളെയും കൊണ്ടുവന്ന് മുക്കിക്കൊന്നു. വീണ്ടും മാറത്ത് കിടക്കുന്ന ചെറിയ പൊന്നോമന കുട്ടിയെ കിങ്കരന്മാർ വലിച്ചഴച്ച് കൊണ്ടുപോകുന്ന സമയത്ത് ഉമ്മാൻ്റെ ആ മനസ്സൊന്ന് ഇളകി പറയാൻ വേണ്ടി പോകുന്ന സമയത്ത് ആ പാല് കൊടിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടി ഇങ്ങനെ മുഖത്തോക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ബേജാറാവേണ്ട, കൊന്നോട്ടെ ഉമ്മ, നാളെ ഇൻഷാ അല്ലാഹ് മഹ്ശറിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിനെയും കൊന്നു. മാഷിത്താനെയും കൊണ്ട് അവരൊരു മരുഭൂമിയിൽ കൊണ്ടുപോയി ഇതുപോലെ എണ്ണ ചൂടാക്കി അതിലേക്ക് മുക്കിക്കൊന്നു എന്നാണ് ചരിത്രം പറയുന്നത്. എന്നിട്ട് പോലും മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിനെ വിശ്വസിച്ചിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് ഒരനക്കം പോലും അനങ്ങാതെ മാഷിത്ത ഷഹീദായി എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഒരു ചെറിയ ഈമാനെങ്കിലും നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹിറു ദഅ്വാന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.